എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈദ കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു ചെറിയ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഇച്ചിരി റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറുത്ത എള്ളൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവാകുന്നവരെ കുഴച്ചെടുക്കണേ. കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്, അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവെല്ലാം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്കിവിടെ മൊത്തം 11 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എടുത്ത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ പരത്താവുന്നേ ഉള്ളൂ. നമ്മുടെ മാവെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പരത്തിയെടുത്ത ഓരോ ചപ്പാത്തി നമ്മൾ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് എണ്ണയ്ക്കകത്തിട്ട് വറക്കുമ്പം വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അച്ചു ഓടി വന്ന് ഞാൻ കുത്തി തരാമെന്നും പറഞ്ഞ് കുത്തുന്നുണ്ട്. അപ്പം 2 പേരും ഉണ്ട് കേട്ടോ. ഒരാൾ ചുടാനും സഹായിക്കും. ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് 2 പേരും എൻ്റെ കൂടെ കൂടാറുണ്ട്. ഇത് അവർക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ച് കുത്തി കൊടുത്ത ഓരോ ചപ്പാത്തിയും ഇതുപോലൊന്ന് കല്ലിലിട്ടൊന്ന് വാട്ടി കൊടുക്കണം കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. ഒത്തിരി മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി 2 സൈഡും. ഇനി ഇങ്ങനെ കല്ലിലിട്ട് വാട്ടിയെടുത്ത ഓരോന്നും ഇത് കട്ട് ചെയ്യുന്നത് ഇതുപോലാണ്. ഒന്നിലൊരു കത്രിക വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടർ വെച്ചോ ഇതുപോലൊന്ന് റിബണ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതി കട്ട് ചെയ്യാവേ. ഞാനിപ്പോൾ ഈ രീതി കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ തിരിച്ചും മറിച്ചും കട്ട് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടുവേ. ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത്രയേ ഉണ്ടായിരുന്നു. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മളിങ്ങനെ ഒരു 3 ട്രിപ്പ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കുവേ. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ വേണമെന്ന് പറഞ്ഞാൽ വറുത്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചതിൻ്റെ അകത്തോട്ട് 1/4 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഈ സമയത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.